ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ഇ.പി. ജയരാജൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചേക്കും. ഇ.പിക്കെതിരെ പാർട്ടിയിലെ സംഘടനാ അച്ചടക്ക നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല. മെയ് മാസത്തിൽ 75 വയസ്സ് പൂർത്തിയാകുന്ന ഇ.പി. ജയരാജനെ അടുത്ത പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും കുറവാണ്. കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയതോടെ കടുത്ത അതൃപ്തിയിലാണ് ഇ.പി. ജയരാജൻ. എന്തിനും ഏതിനും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഇ.പി. പക്ഷേ തീരുമാനം വന്ന ശേഷം ഇതുവരെ മനസ്സ് തുറക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷമായി സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്ന് അടുപ്പക്കാരോട് നിരന്തരമായി പറഞ്ഞിരുന്ന ഇ.പി. ഇനി ആ തീരുമാനത്തിലേക്ക് തന്നെ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയത് തന്നെ ഇ.പിക്കെതിരെയുള്ള നടപടിയാണ്. എന്നാൽ CPM പാർട്ടി സംവിധാന പ്രകാരമുള്ള അച്ചടക്ക നടപടി പാർട്ടി ഘടകങ്ങളിലാണ് എടുക്കേണ്ടത്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ മാറ്റിയത് പാർട്ടിയുടെ അച്ചടക്ക നടപടിയല്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ വിശദീകരിച്ചത്. ഇ.പി. ജയരാജൻ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുമെന്നും വ്യക്തമാക്കിയിരുന്നു. പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ സഖാവ് ഇ.പി. ജയരാജൻ ഇപ്പോഴും സംഘടനാ ഘടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ അംഗമാണ്. അതുകൊണ്ട് അത് ഏതെങ്കിലും രീതിയിലുള്ള സംഘടനാ നടപടിയാണ് എന്ന് പറയാൻ സാധിക്കും. ഇനി സംഘടനാപരമായ നടപടികളിലേക്ക് കൂടി കടക്കാൻ സാധ്യതയില്ല. സമ്മേളന കാലത്ത് സംഘടനാ നടപടികൾ പാടില്ല എന്നാണ് CPMന്റെ ചട്ടം. നടപടി വേണമെങ്കിൽ ഏപ്രിലിലെ പാർട്ടി കോൺഗ്രസ് കഴിയേണ്ടി വരും. ഇതുകൂടി മുന്നിൽ കണ്ടാണ് അച്ചടക്ക നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്ത സമ്മേളന കാലയളവിന്റെ തലേ ദിവസം ഇ.പിയെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. കണ്ണൂരിൽ നടന്ന 23ാം പാർട്ടി കോൺഗ്രസ് മുതലാണ് പാർട്ടി കമ്മിറ്റികളിൽ 75 വയസ്സ് എന്ന പ്രായപരിധി തീരുമാനിച്ചത്. ഇ.പി. ജയരാജന് മെയ് മാസത്തിലാണ് 75 വയസ്സ് തികയുന്നത്. ഏപ്രിലിൽ പാർട്ടി കോൺഗ്രസ് നടക്കും. സാങ്കേതികമായി ഇ.പി. ജയരാജന് കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാമെങ്കിലും പാർട്ടി നേതൃത്വം അതിന് അനുവദിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.